ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യമില്ല. 2 കോടിയിലധികം രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നെഹ്റു ട്രോഫി വള്ളം കളി വേണ്ട എന്ന് വയ്ക്കുകയും ബേപ്പൂരിലെ വാട്ടർ ഫെസ്റ്റ് നടത്തുകയും ചെയ്തപ്പോൾ അതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് നെഹ്റു ട്രോഫി വള്ളംകളി പ്രേമികൾ ഇന്നലെ ചൂണ്ടിക്കാട്ടി. ഇന്നലെ റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്ത വാർത്തയെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ട് ഈ നെഹ്റു ട്രോഫി വള്ളംകളി പ്രേമികൾക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് വള്ളംകളി പ്രേമികൾ. വള്ളംകളി നടത്തിപ്പിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ഇന്നലെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതോടെ പ്രതിഷേധം ശക്തമാക്കുകയാണവർ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി മാറ്റിവെച്ച സംസ്ഥാന സർക്കാർ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ അനുവദിച്ചത് 2.5 കോടി രൂപയാണ്. അപ്പോൾ നെഹ്റു ട്രോഫി പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടക്കുക? ഉത്തരവിൻ്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരുന്നു. TV പ്രസാദും അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരും. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്തയിൽ വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ആഗ്രഹിക്കുന്ന വള്ളംകളി പ്രേമികൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിലാണ് പറയുന്നത്, ഞങ്ങൾക്കും വേണം വള്ളംകളി എന്നുള്ളതാണ്. ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് ആകാമെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് എന്താ പ്രശ്നം? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ആ കാര്യത്തിൽ സർക്കാർ പുനരാലോചിച്ചേ മതിയാകൂ എന്നാണ് വള്ളംകളി പ്രേമികൾ പറയുന്നത്. TV പ്രസാദ്, ഇതെങ്ങനെയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പെടുക്കാൻ കഴിയുന്നത്? ഇത് ശ്രദ്ധിക്കാതെ പോയതാണോ? കാരണം നെഹ്റു ട്രോഫിയുടെ വള്ളംകളി എന്ന് പറയുന്നത് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതും കാര്യമായി മാറ്റിവെക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ കോവിഡ് ഉണ്ടാകുന്ന സമയത്തും വലിയ പ്രളയം ഉണ്ടാകുന്ന സമയത്തും ഒക്കെയാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി നടക്കേണ്ട ഒരു വലിയ ജലമേള, ആ ജലമേള വേണ്ടെന്ന് വയ്ക്കുകയും ബേപ്പൂരിൽ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ വാട്ടർ ഫെസ്റ്റ് വരികയും ചെയ്തു എന്നതാണ് പ്രശ്നം. എങ്ങനെയാണ് TV പ്രസാദ് നമ്മളിതിനെ കാണുന്നത്? തീർച്ചയായും വള്ളംകളി പ്രേമികൾ പറയുന്നതിലൊരു കഴമ്പുണ്ട് അല്ലേ? ഉറപ്പായുമുണ്ട് അരുൺ. കാരണം ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തു വരുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. അതാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കാരണം. അരുൺ, സാങ്കേതികമായി പറയുകയാണെങ്കിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. അതായത് ഓണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നത്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഓഗസ്റ്റ് മാസം 2ാം വാരത്തിലാണ് സാധാരണ പുന്നമട കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അങ്ങനെ വള്ളംകളി നടക്കേണ്ട സമയത്താണ് 2.5 കോടി രൂപ, കൃത്യം പറഞ്ഞാൽ 2,45,00,000 രൂപ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നത് ഈ കഴിഞ്ഞ 22-ാം തീയതി, ഓഗസ്റ്റ് 22-ാം തീയതി. അതായത് നെഹ്റു ട്രോഫി ജലമേള ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ട എന്ന് വയ്ക്കുകയും അതേ സമയത്ത് തന്നെ ഇതിനൊക്കെ തീരുമാനത്തിന് നേതൃത്വം നൽകുന്ന ടൂറിസം മന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്ത് 2.5 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിലുള്ള ഒരു കാരണം. ബേപ്പൂർ ഫെസ്റ്റ് വേണ്ട എന്ന് ആലപ്പുഴക്കാരും പറയുന്നില്ല അരുൺ. അവർക്കും വെള്ളമുള്ളിടത്തൊക്കെ വള്ളംകളി വേണം എന്ന അഭിപ്രായമുള്ളവരാണ്. യഥാർത്ഥത്തിൽ പുന്നമടക്കായലിൽ നടക്കുന്ന ഈ വള്ളംകളി അത് ആലപ്പുഴയോ കുട്ടനാടോ കോട്ടയമോ മാത്രം പങ്കെടുക്കുന്നതല്ല അരുൺ. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള തൊഴിൽക്കാർ എത്തുന്ന ഒരു കേന്ദ്രമാണ് ഈ പുന്നമട എന്നത്. അവർ പറയുന്നത് ബേപ്പൂരിൽ ഫെസ്റ്റ് നടത്താൻ 2.5 കോടി അനുവദിക്കുമ്പോൾ ഉറപ്പായും നെഹ്റു ട്രോഫി വള്ളംകളിയും നടത്തണം. അതിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നത് തന്നെയാണ്. നമുക്ക് ഒന്ന് പള്ളാത്തുരുത്തിയിലേക്ക് ഒന്ന് പോയി വരാം. അർജുൻ മട്ടന്നൂർ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകൾക്ക് സമീപത്തുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ബോട്ട് പ്രേമികളായ എല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, അവരോടൊരു സ്നേഹാന്വേഷണം അറിയിക്കുക. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ വള്ളംകളി പ്രേമികൾ പ്രതികരിക്കുന്നത്? നെഹ്റു ട്രോഫി എന്നുള്ളത് ആ നാടിൻ്റെ ഒരു വികാരമാണ്. മാത്രമല്ല കേരളത്തെ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന അപൂർവ സാഹചര്യങ്ങളിലൊന്നാണ്. ഒരു ദുരന്തമുഖത്ത് ശരിയാണ് അങ്ങനെ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാരിന് ഇപ്പോൾ പിന്മാറാവുന്നതേ ഉള്ളൂ. കാരണം കാര്യങ്ങളെല്ലാം പഴയ നിലയിലേക്ക് മടങ്ങുന്നു. പുനരധിവാസത്തിൻ്റെ പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അവരവരുടെ വീടുകളിലേക്കൊക്കെ പോയി. എന്തുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? മാത്രമല്ല ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് ആകാമെങ്കിൽ പുന്നമട കായലിലും ആവാം. അർജുൻ, എന്താണ് അവരുടെ അടുത്ത് പ്രതികരണം? തേടൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതുതന്നെയാണ് ആലപ്പുഴയിലെ ഈ വള്ളംകളി ക്ലബ്ബുകൾ ചോദിക്കുന്നത്, ക്ലബ്ബുകാർ ചോദിക്കുന്നത്, ഒപ്പം തന്നെ വള്ളംകളി പ്രേമികൾ ചോദിക്കുന്നത്. അതായത് അവർ കാത്തിരുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച എന്ന അവരുടെ എല്ലാ വർഷത്തെയും ഏറ്റവും വലിയ ആഘോഷം, അവരുടെ ഒരു ഉത്സവം, ഈ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുന്നമടക്കായലിൻ്റെ തീരത്താണ്. ഈ കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിൻ്റാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ഇവിടെ ഈ ഓളപ്പരപ്പിനെ
തന്നെ കീറിമുറിച്ചുകൊണ്ട് ഇത്തരത്തിൽ വള്ളങ്ങൾ പായേണ്ടതാണ്. പക്ഷേ ഇത്തവണ ദൗർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്നിവർ അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്ന സർക്കാരിൻ്റെ പുതിയ തീരുമാനം അതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഇവർ. പ്രത്യേകിച്ച് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടത്താൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി സർക്കാർ ഫണ്ട് മാറ്റിവെക്കുന്നു. പക്ഷേ കാലങ്ങളായി നടത്തുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി ഇത്തവണ നടത്തുന്നില്ല. നേരത്തെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അടക്കം നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ മറ്റൊരു മാസത്തിലാണെങ്കിൽ പോലും നടത്താം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇവർ. വലിയ പരിശീലനത്തിലായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കഠിന പരിശീലനത്തിലായിരുന്നു ഈ ക്ലബ്ബുകാരൊക്കെ. കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. ഈ ക്ലബ്ബുകാരാണ് നമുക്ക് ഒപ്പമുള്ളത്. ഇത്തവണ ഇത്തരത്തിൽ ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ നെഹ്റു ട്രോഫിയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. ഓക്കെ, വള്ളംകളി പുതിയതായിട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ വള്ളംകളി കൂടുതൽ ഉണ്ടാകുന്നതിനോട് വളരെയധികം സന്തോഷമാണ് ജലോത്സവ പ്രേമികളും വള്ളക്കളിക്കാരുമായ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയാറുള്ളത്. എന്നാൽ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളിയെ അവഗണിച്ചുകൊണ്ട്, അതായത് വേണ്ടപ്പെട്ട അധികാരികൾ പറയുന്നത് സാമ്പത്തികമാണ് പറയുന്നത്, സാമ്പത്തികമില്ലാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടി 2,40,00,000 രൂപ മുടക്കി അവിടെ ഒരു വള്ളംകളി ആരംഭിക്കുന്ന ആ ഒരു ഉത്തരവ് അത് തികച്ചും നെഹ്റു ട്രോഫി വള്ളംകളി അവഗണിക്കുകയാണ്, അല്ലെ കുട്ടനാടുകാരെ അവഗണിച്ചു കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ ഒരു 2 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനം, അതോടൊപ്പം തന്നെ സമയം, പണച്ചെലവ്, അധ്വാനം ഒക്കെ തന്നെയുണ്ട്. അതിനൊടുവിലാണ് ഇത്തരത്തിൽ വള്ളങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നത്. അപ്പോഴാണ് ഇത് മാറ്റിവെക്കുന്നത്. ഇനിയും അത് അനിശ്ചിതമായി നീളുകയാണ്. അനിശ്ചിതമായി നീണ്ടുപോകുന്നത് വള്ളംകളി പ്രേമികളെയും വള്ളംകളി ജലോത്സവ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആശാവഹമല്ല. ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ്റെ അതേപോലെ കുറച്ച് പ്രതിനിധികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ കണ്ടപ്പോൾ വള്ളംകളി ഈ വർഷം നെഹ്റു ട്രോഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. വയനാട് ദുരന്തത്തെ തുടർന്ന് വള്ളംകളി മാറ്റിവെച്ചതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ പറഞ്ഞിരുന്നത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ വള്ളംകളി നടക്കും, അതിനൊരു ഡേറ്റ് കിട്ടും എന്നുള്ളതാണ്. അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറഞ്ഞ ബോട്ട് ക്ലബ്ബുകളുടെ എല്ലാം ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ആ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യം തന്നെ ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ബേപ്പൂർ ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ അങ്ങോട്ട് വകമാറ്റുമ്പോൾ വേണുഗോപാൽ നമുക്കൊപ്പം ലൈനിലുണ്ട്. ശ്രീ കെ സി വേണുഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കെ സി, ഇന്നലെ നമ്മൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ബേപ്പൂർ ഫെസ്റ്റിന് 2.5 കോടി അനുവദിച്ചു. നല്ല കാര്യം. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിനു ശേഷം ഈ പ്രദേശങ്ങളെല്ലാം പഴയ നിലയിലേക്ക് മടങ്ങണമല്ലോ. പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യഘട്ടത്തിൽ വേണ്ടെന്ന് വെച്ച സർക്കാർ ഇതുവരെയും പുനഃപരിശോധിച്ചിട്ടില്ല. ആലപ്പുഴക്കാരുടെ, പുന്നമടക്കായലിലെ തീരത്തുള്ളവരുടെ, കേരളത്തിൻ്റെ പൊതുവികാരം ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നുള്ളതാണ്. അങ്ങയുടെ ആവശ്യം എന്താണ്? അങ്ങയും ആ ആവശ്യത്തിനോടൊപ്പം നിൽക്കുന്നില്ലേ? ഞാൻ തീർച്ചയായിട്ടും ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വയനാട് ദുരന്തം നമ്മളെ എല്ലാം ഞെട്ടിപ്പിച്ചൊരു സാഹചര്യമായിരുന്നു. നമ്മൾ കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. നിങ്ങൾ മാധ്യമങ്ങളടക്കം നല്ല സുദൃഢമായ ജോലികൾ ചെയ്തിട്ടാണ് റീഹാബിലിറ്റേഷന്റെ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കേരളം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നെഹ്റു ട്രോഫി വള്ളംകളി ഒഴിവാക്കണമെന്നുള്ളത് ന്യായമായ കാര്യമായിരുന്നു. അന്ന് ആ സമയം അതിന് പറ്റിയ സമയമല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ എടുത്ത തീരുമാനം ഉചിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ അത് പിന്നീട് ഒരിക്കൽ നടത്താൻ പാടില്ല എന്നുള്ള നിലയിലേക്കല്ല. നമ്മളെല്ലാം സങ്കട കടലിലായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ജനങ്ങളെ അതിൽ തിരിച്ചു കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി അവരെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു യാത്രയിലാണെന്ന് തോന്നുന്നു. ചെറിയ കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാം. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ളതാണ്. നെഹ്റു ട്രോഫി വള്ളംകളി വരാൻ വേണ്ടി എത്രയോ നാളത്തെ പ്രിപ്പറേഷൻ, എത്രയോ നാളത്തെ കഠിനാധ്വാനം. സത്യത്തിൽ വള്ളംകളി നമ്മളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ അധ്വാനം നടത്തുന്ന പാവപ്പെട്ട തുഴച്ചിൽക്കാരാണ്. ആ തുഴച്ചിൽക്കാരുടെ അധ്വാനം എന്തുമാത്രമായിരുന്നു, ട്രെയിനിങ് എന്തുമാത്രമായിരുന്നു, അതിനുവേണ്ടി എത്ര തുക ചെലവഴിക്കുന്നു, ഇതൊക്കെ നമുക്ക്
അത് മാത്രമല്ല, ഒരു നാടിന്റെ ഉത്സവമാണത്. നാടിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. കേരള ടൂറിസത്തിന്റെ 2 ബ്രാൻഡുകൾ, ഒന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയും മറ്റൊന്ന് തൃശ്ശൂർ പൂരവുമാണ്. അപ്പൊ ഇത് അനന്തമായി മാറ്റിവെക്കുക, ഇല്ലാതെ നടത്താതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല. അപ്പൊ അതിനകത്ത് നടത്തണം എന്ന് പറയുന്ന ഒരു ആവശ്യം ന്യായമായ ആവശ്യമാണ്, തീരുമാനിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാടിനോട് ഒട്ടും യോജിക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു ശ്രീ കെ സി വേണുഗോപാൽ. ആ വിഷയത്തിൽ റിപ്പോർട്ടറും കെ സി വേണുഗോപാൽ ഉന്നയിച്ച ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. നമുക്കൊപ്പം പ്രതിനിധികളുണ്ട്. കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെയും നടുഭാഗം ചുണ്ടൻ സെക്രട്ടറിയും ജോണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം മറ്റ് അതിഥികളുമുണ്ട്. നമ്മുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂരും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർക്ക് സമീപത്തുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ നെഹ്റു ട്രോഫി എന്നുള്ളത് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ കേരളത്തെ ഷോക്കേസ് ചെയ്യുന്ന 2 ഇവൻറ്റുകളാണ്. ഒന്ന് തൃശ്ശൂരിലെ പൂരം, രണ്ടാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി. ഇത് രണ്ടുമില്ലാതെ കേരളത്തെ നമുക്ക് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ കഴിയില്ല. ദുരന്തമുണ്ടായി, ആ അവസരത്തിലെടുത്ത തീരുമാനം ഉചിതമാണ്. പക്ഷേ ആ തീരുമാനം പുനഃപരിശോധിക്കണം. ഇനി കാര്യങ്ങൾ മാറി വരുന്നു, നമുക്ക് തിരിച്ച് കരകയറാനുള്ള സാഹചര്യമാണ്. ജോണി നമുക്കൊപ്പമുണ്ട്. കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം ചുണ്ടൻ സെക്രട്ടറിയാണ്. ജോണി, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. സർക്കാർ നമ്മൾ വയനാട് ദുരന്തത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ വള്ളംകളി മാറ്റിവെച്ചപ്പോൾ അതിനെ കൈ നീട്ടി സ്വീകരിച്ചവരാണ് ഞങ്ങൾ കുട്ടനാട്ടുകാർ, അല്ലെങ്കിൽ വള്ളംകളി പ്രേമികൾ. പക്ഷേ ഇതൊരു അനന്തമായി നീണ്ടുപോകുന്നത് ഒട്ടും അനുചിതമല്ല. തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ടൂറിസം മന്ത്രി എന്നത്തേക്ക് നടത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സെപ്റ്റംബർ മാസം തന്നെ നടത്തണം എന്ന് തന്നെയാണ്. കാര്യം സെപ്റ്റംബർ 28 നല്ലൊരു ടൈമാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒക്ടോബറിലേക്ക് പോയി കഴിഞ്ഞാൽ പല ക്ലബ്ബുകളും വീണ്ടും സാമ്പത്തികമായി വലിയ കടക്കണിയിലേക്ക് മാറുകയും അവർക്ക് ഇതിലേക്ക് മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ സെപ്റ്റംബർ 28 അനുകൂലമാണ്. അത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ സെപ്റ്റംബർ 28? അല്ല, പ്രത്യേകതയൊന്നുമില്ല. ഈ മാസം അവസാനം എന്നുള്ളതിൽ ഓണത്തിന് ശേഷം നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു ദിവസം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഏത് ദിവസം നടത്തിയാലും തീർച്ചയായിട്ടും മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ടീമും ഞങ്ങൾ മാത്രമല്ല, വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ടീമുകളും തയ്യാറാവുന്നതാണ്. ഒരു നിമിഷം ജോണി, നിങ്ങൾ പരമ്പരാഗത ബദ്ധ ശത്രുക്കളാണെങ്കിലും, വള്ളംകളിയുടെ കാര്യത്തിൽ ജലോപരിതലത്തിൽ നിങ്ങൾ വലിയ ശത്രുക്കളാണെങ്കിലും നമ്മുടെ UBC കൈനകരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാനത് പത്മകുമാറിനെ കൂടി ഒന്ന് എടുത്തിട്ട് വരാം. ജോണി തുടരണം. പത്മകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമസ്കാരം. നമുക്ക് വേണ്ടേ വള്ളംകളി? തീർച്ചയായും നമുക്ക് വള്ളംകളി വേണമല്ലോ. ഇപ്പോൾ കെ സി പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് കെ സി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, കെ സി വേണുഗോപാൽ. അപ്പോൾ കത്തിൽ ശക്തമായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് വള്ളംകളി വേണം, വള്ളംകളി ഒഴിച്ചുകൂടാനാവാത്തതാണ്. മാത്രമല്ല ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ പണം കൊടുത്തു സർക്കാർ. അങ്ങനെയാണെങ്കിൽ പുന്നമടക്കായലിലും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മറ്റും ബുദ്ധിമുട്ടില്ല. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നത്തേക്ക് നടത്തണമെന്നാണ് പത്മകുമാറിൻ്റെ ഒരു ആഗ്രഹം? തീർച്ചയായും ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാര്യം ഇത് സെപ്റ്റംബർ അവസാനം എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ലേറ്റായി പോയി. ഓണത്തോടനുബന്ധിച്ച് നടത്തണം. കാര്യം വള്ളംകളി ക്ലബ്ബുകളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇനിയും ഇത് മുന്നോട്ട് നീട്ടിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പല ക്ലബ്ബുകളും ഈ വള്ളംകളി ഉപേക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് എത്തും. അല്ല പത്മകുമാർ, ഞാൻ സംശയം ചോദിക്കട്ടെ, നമ്മൾ UBC കൈനകരിയും ഈ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും നിങ്ങൾ ഒക്കെ വലിയ ക്ലബ്ബുകളാണല്ലോ. ഈ വള്ളംകളിക്ക് വേണ്ടി നിങ്ങൾ എത്ര രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചിട്ടുണ്ടാവും, ഒരു ക്ലബ്ബ് മാത്രം? ഞങ്ങൾ ഏതാണ്ട് ഒരു 60 ലക്ഷം രൂപയോളം ഇതിനോടകം മുടക്കി കഴിഞ്ഞു. അവസാന സമയത്താണ് ഈ മാറ്റിവെക്കുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടായത്. അതായത് ഫസ്റ്റ് 8 ദിവസം ബാക്കി നിൽക്കുന്ന സമയത്താണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 60 ലക്ഷത്തോളം ഇതിനകം ചെലവാക്കി. നിങ്ങളെപ്പോലുള്ള എത്ര ക്ലബ്ബുകൾ ഉണ്ടാവും നെഹ്റു ട്രോഫിയിൽ മൊത്തം പങ്കെടുക്കാൻ പത്മകുമാർ? നെഹ്റു ട്രോഫി ചുണ്ടൻവള്ളം 19 ചുണ്ടൻവള്ളങ്ങളാണ് തുഴയുന്നത്. 19 ക്ലബ്ബുകളാണ് തുഴയുന്നത്. അതുകൂടാതെ 75 വള്ളങ്ങൾ മൊത്തം ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 10-15 കോടി രൂപ ഇതിനകം തന്നെ വിവിധ ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ ചെലവാക്കി കഴിഞ്ഞു. അരുൺകുമാർ, ഇതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് 25 കോടി രൂപ ഈ ക്ലബ്ബുകളും വള്ളസമിതികളും കൂടെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 20-25 കോടി രൂപ. പക്ഷേ NTBRന്റെ മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 കോടി രൂപ മാത്രമാണ് നെഹ്റു ട്രോഫി നടത്താൻ വേണ്ടിയിട്ട്. അതിൽ 1 കോടി രൂപയാണ് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നത്. ഈ 2.5 കോടി മടക്കി നടത്തുന്ന ഈ ഒരു വലിയ നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഇത്രയും ആർഭാടമാകുന്നത് അല്ലെങ്കിൽ ഇത്രയും ആകർഷകമാകുന്നത് ഈ ക്ലബ്ബുകളുടെ മുടക്കുമുതൽ കൊണ്ടാണെന്നുള്ള സത്യം, അല്ലെങ്കിൽ ഒരു പൊതുബോധം ജനങ്ങൾക്കും അധികാരികൾക്കും. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഈ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് വേണ്ടി സർക്കാർ മൊത്തത്തിൽ മുടക്കുന്നത് 2.5 ആണ് അല്ലേ?
സർക്കാർ മുടക്കുന്നത് 1 കോടി രൂപ. സർക്കാർ 1 കോടി രൂപയേ ഉള്ളൂ. ബാക്കി 1.5 കോടി 1.5 കോടി രൂപ പോലും ബാക്കി 1.5 കോടി രൂപ പോലും ഈ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ സർക്കാർ 1 കോടി രൂപ മാത്രം ചെലവിടുന്നു. മൊത്തം 2.5 കോടി രൂപയാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടിയിട്ട് ഔദ്യോഗികമായുള്ളൂ. ബാക്കിയെല്ലാം സ്വകാര്യ ക്ലബ്ബുകൾ അവരുടെ നടത്തിപ്പിന് വേണ്ടി കണ്ടെത്തുന്ന പണമാണ്. അത് 25 കോടിയോളം രൂപ വരുമെന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത്. അത്തരം അതിൽ പകുതിയോളം പണം അവർ ഇതിനകം തന്നെ ചെലവാക്കി കഴിഞ്ഞു. പകുതിയല്ല, മുഖഭാഗത്തോളം പണം ചെലവാക്കി കഴിഞ്ഞു. അവരെല്ലാം തയ്യാറായിരുന്നപ്പോഴാണ് ദുരന്തം വന്നത്. ശരിയാണ്, ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു വള്ളംകളി നടത്താൻ കഴിയില്ല. പക്ഷേ ദുരന്തം കഴിഞ്ഞ് 30 ദിവസമായി എല്ലാവരും അവരുടെ വീടുകളിലേക്ക് മടങ്ങി. നഷ്ടപ്പെട്ട മനുഷ്യരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇനി അവർക്കൊരു സ്ഥിരം പുനരധിവാസം വേണം. നമ്മൾ അവരോടൊപ്പം നിൽക്കുമ്പോഴും നാടിൻ്റെ മറുഭാഗം അതുകൊണ്ട് തളർന്നു പോകാൻ പാടില്ല. 10-25 കോടി മുടക്കിയ ആൾക്കാരുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തെ ഷോക്കേസ് ചെയ്ത് കേരളത്തിൻ്റെ ടൂറിസം സെക്ടറിനെ കൂടുതൽ ഉണർത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായും നെഹ്റു ട്രോഫി വള്ളംകളി തിരിച്ചു കൊണ്ടുവരണം. റിപ്പോർട്ടർ TV ഇതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുകയാണ്. കേട്ടോ ജോണി, നമുക്ക് എന്തായാലും വള്ളംകളി നടത്തണം. നമുക്കതിനോട് സർക്കാരിനോട് പരമാവധി നമുക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ KC വേണുഗോപാൽ കത്തയച്ചിരിക്കുന്നത് പോലെ സർക്കാർ ഈ വിഷയത്തിൽ പുനരാലോചിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി നമുക്ക് ടെലിഫോൺ ലൈനിലും ബന്ധപ്പെടാം. ജോണി, ടൂറിസം വകുപ്പ് മന്ത്രിയോട് ജോണിക്ക് എന്താ പറയാനുള്ളത്? ആക്ച്വലി ടൂറിസം മന്ത്രി ഈ വയനാട് ദുരന്തത്തിന് ശേഷം ടൂറിസത്തിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക്. അതിനുശേഷം അത് മാസ് ക്യാമ്പയിനിങ് എന്നുള്ളൊരു ഒരു ഇതുമായിട്ട് അദ്ദേഹം വന്നിരുന്നു. പക്ഷേ ഞങ്ങളെ വള്ളംകളി സംബന്ധിച്ച് ഞങ്ങൾ വള്ളംകളി പ്രേമികൾക്ക് പറയാനുള്ളത്, ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു 100 കണക്കിന് വള്ളംകളികൾ എല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്, ചെറിയ ചെറിയ വള്ളംകളികൾ. അപ്പോൾ വള്ളംകളി ഇല്ലാതെ ഒരിക്കലും ടൂറിസത്തിന് ഉണർവുണ്ടാക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നെഹ്റു ട്രോഫിയും അതിനെ തുടർന്ന് CBL-ഉം ഉണ്ടായാൽ മാത്രമേ ടൂറിസത്തിന് ഉണർവേകത്തുള്ളൂ എന്നത് മാത്രമാണ് ടൂറിസം മന്ത്രിയോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു തീരുമാനം, അതായത് നെഹ്റു ട്രോഫി നടത്തണം എന്ന തീരുമാനം ഉണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. തീർച്ചയായും പ്രേക്ഷകർ കേട്ടുവല്ലോ. ഇതാണ് പൊതുവെയുള്ള കുട്ടനാടിൻ്റെ വികാരമാണ് ഇപ്പോൾ ഈ ക്ലബ്ബ് പ്രതിനിധികൾ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾ നാട്ടുകാർക്കും ഈ ഫെസ്റ്റ് വേണം എന്ന് തന്നെയായിരിക്കും. ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ 2.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1 കോടി രൂപ മാത്രമേ NTB ആവശ്യമുള്ളൂ. അത് സർക്കാർ അനുവദിച്ചു കൊടുക്കാവുന്നതുമാണ്. മാത്രമല്ല, ഇനി ആ തീരുമാനമെടുക്കുന്നതിനകത്ത് ഔചിത്യത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നന്നായി. പക്ഷേ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ സെപ്റ്റംബർ അവസാനമെങ്കിലും നടത്തണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ അവിടെയുള്ള സാധാരണ കുട്ടനാട്ടുകാരോടും ബോട്ട് ക്ലബ്ബുകാരോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. 10-25 കോടി ഇതിനകം ചെലവാക്കി കഴിഞ്ഞു. ഇനി ആ പൈസ അവിടെ നിന്നാൽ പോലും നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെങ്കിലും ഇത് നടത്തിയില്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്നൊരു ടൂറിസം വരുമാനം, ഒരു മൊത്തത്തിലുള്ളൊരു ഉണർവുണ്ടല്ലോ. ഈ ദുരന്തത്തിൻ്റെ മുഖത്ത് മരവിച്ചിരിക്കുന്ന മനുഷ്യരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം എന്നുള്ളതാണ് കുട്ടനാട്ടിൻ്റെ പൊതുവെയുള്ള ഒരു ആവശ്യമല്ലേ അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാനുണ്ട്. അതായത് ഈ സാമ്പത്തികമായ ഒരു നേട്ടമോ അത്തരത്തിലുള്ളൊരു ലാഭമോ അല്ല ഈ ക്ലബ്ബുകളൊന്നും തന്നെ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ നെഹ്റു ട്രോഫിയിൽ വിജയികളായാൽ തന്നെ ഒരു 1ാം സ്ഥാനത്ത് എത്തുന്ന ക്ലബിന് ലഭിക്കുന്ന പരമാവധി തുക 8 ലക്ഷം രൂപ മാത്രമാണ്. അതായത് കോടിക്കണക്കിന് രൂപ ഈ പള്ളാത്തുരുത്തി ക്ലബ്ബ് മാത്രം ഇതുവരെ 1 കോടി രൂപയിലധികം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്ലബ്ബുകളൊക്കെ തന്നെ 1 കോടി രൂപയിലധികം ഈ തുഴച്ചിലുകാർക്കും പരിശീലനത്തിനും മറ്റുമായി വള്ളത്തിനും മറ്റുമായി ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് പക്ഷേ ആകെ ലഭിക്കുന്ന 8 ലക്ഷം രൂപയാണ്. അപ്പോഴും സാമ്പത്തികമായ ഒരു ലാഭമല്ല, അതിനപ്പുറത്തേക്ക് അത് ഇവരുടെ കാലങ്ങളായി ഇവർ ചെയ്യുന്ന ഒരു കായികാഭ്യാസമാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു വികാരമാണ്, ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ്. അത്തരത്തിൽ ഒരു സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടിട്ടല്ല എന്നത് വ്യക്തമാണ്. ചേട്ടാ, ഇന്നിപ്പം ജില്ലാ കളക്ടർമാരുടെ യോഗമുണ്ട്, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം. ഈ യോഗത്തിൽ ഈ കാര്യം അവതരിപ്പിക്കും എന്നാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രതീക്ഷയുണ്ടോ? ഇവിടെ ഈ ആലപ്പുഴ എന്ന് പറയുന്നത് ടൂറിസമാണ്. ഹൗസ് ബോട്ടുകളുടെ ഈ സർവീസ് തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വള്ളംകളി നടത്തുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിദേശത്തു നിന്നൊക്കെ ഗസ്റ്റുകൾ, ഫോറിനേഴ്സും അല്ലെങ്കിൽ വിദേശികളൊന്നും വരാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വള്ളംകളി നടത്താത്തത് കൊണ്ട് ഈ ടൂറിസം മേഖല തന്നെ, ആലപ്പുഴയിലെ ടൂറിസം മേഖല തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആളില്ല, സർവീസ് നടത്താനുള്ള ഇല്ല. ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായെന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം അവിടെ ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി ഉള്ള മാർഗം നോക്കിക്കൊണ്ട് റിപ്പോർട്ടിൻ്റെ ചാനലുകാരെല്ലാമായിട്ട് പോയി. പക്ഷേ അവിടെ ടൂറിസ്റ്റുകൾ വരാൻ നേരത്ത് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വള്ളംകളി നടത്തണം. ഞങ്ങൾ പാരിച്ച കടക്കണിയിലാണ്.
ഞാൻ അർജുൻ മട്ടന്നൂർ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുക. ഞാനിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിലേക്ക് ഒന്ന് പോയി വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വെരി ഗുഡ് മോർണിംഗ്. കൊടിക്കുന്നിൽ സുരേഷ്, ഗുഡ് മോർണിംഗ് ആയിരുന്നു. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അതെ കണ്ടിട്ടും കേട്ടിട്ട് കുറെ കാലമായി. അങ്ങ് ഡൽഹിയിൽ വലിയ തിരക്കിലല്ലേ? നേരിട്ട് കാണുന്നില്ലെങ്കിലും ചാനലിൽ സ്ഥിരം കാണുന്നുണ്ട്. താങ്ക് യു. ഞങ്ങൾ പറയുന്നുണ്ട് അങ്ങയുടെ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ ഒരു പരാതി അങ്ങയോട് പറയാൻ വിളിച്ചതാണ്. അത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. എങ്കിലും അങ്ങ് കുട്ടനാട്ടുകാരുടെ MP കൂടി ആയതുകൊണ്ട് നമുക്ക് വള്ളംകളി വേണം ശ്രീ സുരേഷ്. കാരണം നാട്ടുകാരെല്ലാവരും നമ്മളോട് ആവശ്യപ്പെടുന്നത് വള്ളംകളി ഇല്ലെങ്കിൽ ആ നാട് തകർന്നു പോകും. കാരണം ആ ടൂറിസം മേഖലയെ ഒന്ന് ഉണർവേകണമെങ്കിൽ നമ്മൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി തിരിച്ചു കൊണ്ടുവരണം. അങ്ങുകൂടി ഒന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ ഇക്കാര്യം? യഥാർത്ഥത്തിൽ ഈ വള്ളംകളി നടക്കുന്ന ആലപ്പുഴ പുന്നമടക്കായലിലാണെങ്കിലും ഈ തുഴച്ചിൽക്കാരും വള്ളങ്ങളും എല്ലാം തന്നെ കുട്ടനാട്ടിലാണ്. ഓരോ വള്ളങ്ങളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെ പേരുകൾ തന്നെ കുട്ടനാട്ടിലെ ഓരോ സ്ഥലങ്ങളുടെ പേരുകളാണ് എന്നുള്ളതാണ്. അതിന്റെ 90% തുഴച്ചിൽക്കാരും കുട്ടനാട്ടുകാരാണ്. യഥാർത്ഥത്തിൽ ഇത് കുട്ടനാടിന്റെ ഒരു ഉത്സവമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. ആ നെഹ്റു ട്രോഫി ജലോത്സവം, അതിനെ തുടർന്ന് കുട്ടനാട്ടിന്റെ വിവിധ ഭാഗങ്ങളില് ചെറുതും വലുതുമായ നൂറുകണക്കിന് വള്ളംകളികൾ നടക്കുന്നുണ്ട് ഈ ഓണക്കാലത്തും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ജലമേളകളാണ്. ചെറുതും വലുതും. നെഹ്റു ട്രോഫിയാണ് ഏറ്റവും വലുത്. അതേസമയം മൂലം വള്ളംകളിയുണ്ട്, പിന്നെ പുളിങ്കുന്ന് ജലോത്സവം ഉണ്ട്, അങ്ങനെ പറഞ്ഞു പോയ നീരേറ്റുപുറമുണ്ട്, അങ്ങനെ പറഞ്ഞു പോയാൽ കൈനഗിരിയുണ്ട്. നിരവധി വള്ളംകളികളാണ്. അതിന് എല്ലാം ഒരു പ്രചോദനം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അപ്പൊ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന വള്ളംകളിയാണ്. നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായി, നമുക്കെല്ലാം ഞെട്ടിൽ നിന്ന് നമ്മളാരും മുക്തമായിട്ടില്ല. പക്ഷേ ഈ വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റിവെക്കുന്നത് ഒരിക്കലും അനുയോജ്യമല്ല എന്നുള്ളതാണ്. നമുക്ക് വയനാടിന്റെ ദുരന്തത്തിൽ നമ്മൾ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു ആഘോഷമായ വള്ളംകളി ആ കാരണം പറഞ്ഞ് മാറ്റിവെക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള അഭിപ്രായം. കാരണം ഇതിന്റെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തയ്യാറെടുപ്പുകളാണ്. പരിശീലനം എന്ന് പറയുന്നത് മാസങ്ങൾക്ക് ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റു ചെറുവള്ളങ്ങളും ഒക്കെ പരിശീലനം ആരംഭിച്ച് ലക്ഷക്കണക്കിന് രൂപ അവർ ചെലവാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 2ാമത്തെ ശനിയാഴ്ച നടക്കേണ്ടതായിരുന്നു. അന്നാണ് ഈ വയനാട് ദുരന്തം. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസം നീട്ടിവെക്കുന്നത് ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. അതിനകത്ത് ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ബേപ്പൂർ ഫെസ്റ്റിന് 2.5 കോടി രൂപ അനുവദിക്കുകയും പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തെ കുറിച്ച് സർക്കാർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, ശ്രീ അരുൺ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തൂടെ. ഞാൻ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ടൂറിസം മന്ത്രിക്കും കത്ത് കൊടുത്തു കഴിഞ്ഞു. ടൂറിസം മന്ത്രിക്കും കൊടുത്തു കഴിഞ്ഞു. ഈ വള്ളംകളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തീയതി എത്രയും പെട്ടെന്ന് നിശ്ചയിച്ച് ഈ ജലോത്സവം നടത്തണം എന്നുള്ള സെപ്റ്റംബർ ആദ്യവാരമോ 2ാം വാരമോ എപ്പോഴാണോ സൗകര്യം നടത്തണം എന്നുള്ള വ്യക്തമായ അഭിപ്രായമാണ് കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ അംഗം നിലയിൽ എന്റെ അഭിപ്രായം. ഞാൻ ഈ തുഴച്ചിക്കാരും വള്ളങ്ങളുടെ ഇതെല്ലാവരും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാം ഇതിനകത്ത് ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വള്ളംകളി നടന്നേ മതിയാവും. അത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് ദേശീയ ഉത്സവമാണ്. ആയിരക്കണക്കിന് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയൊരു ജലപൂരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അത് മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നതോ ഒരു കാരണവശാലും കുട്ടനാട്ടുകാർക്കും ആലപ്പുഴക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല റിപ്പോർട്ടർ TV ഇന്നലെ പുറത്തുവിട്ട വാർത്തയാണ് ഈ വാട്ടർ ഫെസ്റ്റ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ബേപ്പൂർ ഫെസ്റ്റിന്റെ ഈ വാർത്ത. അതിൽ സ്വാഭാവികമായും നല്ല കാര്യമാണ്. നമ്മൾ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതേ നിലപാട് ബേപ്പൂർ ഫെസ്റ്റ് നടക്കട്ടെ. അതിന് നമ്മൾ എതിർക്കുന്നില്ല. എല്ലാ ഫെസ്റ്റുകളും വർഷത്തിൽ നടക്കണം. അതിനാലും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ആലപ്പുഴ ഈ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ, വിദേശികളടക്കമുള്ളവര് ഈ ജലോത്സവം എന്നാണ് നടക്കുന്നത് വെച്ച് ഡേറ്റ് ബുക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ സുരേഷ്. ഇപ്പൊ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങ് ഈ കുട്ടനാടിന്റെ കൂടി ഉൾപ്പെടുന്ന ഒരു MLA ആയതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്ന് എഴുതുന്നത് നന്നായിരിക്കും. കാരണം ഇത് സർക്കാർ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ടൂറിസം വകുപ്പ് മന്ത്രിക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ കൊടുത്തു. മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം ആലപ്പുഴയില് 9 MLA-മാരാണുള്ളത്. അതിൽ 8 MLA-മാരും ഇടതുപക്ഷ MLA-മാരാണ്. ഇവർ ഒരുമിച്ച് അതിൽ 2 പേരും മന്ത്രിമാരാണ്.
സജി ചെറിയാനും പ്രസാദും. ഇവർ ഒരുമിച്ച് 2 മന്ത്രിമാരുള്ള ജില്ല, 8 MLA-മാരുള്ള ജില്ലയാണ് ആലപ്പുഴ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടിക്ക്. ഇവർ 8 MLA-മാർ അല്ലെങ്കിൽ 9 MLA മന്ത്രിമാരിനൊക്കെ 9 MLA-മാർ ഇത് സംയുക്തമായി മുഖ്യമന്ത്രിയോടും ടൂറിസം മന്ത്രിയോടും ആവശ്യപ്പെട്ടത് നടക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങയുടെയും KC വേണുഗോപാലിന്റെയും ഈ ഇന്റർവെൻഷൻ വളരെ സ്വാഗതാർഹമാണ്. തീർച്ചയായും നമുക്ക് എല്ലാ MLA-മാരെയും ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ തുടർച്ചയായി അവിടെ നിന്നും ഇനി ഇവരുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അതൊരു ആവശ്യമാണ്. സർക്കാരിനത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ ഇടപെടലിൽ മുഖ്യമന്ത്രിക്കും ടൂറിസം വകുപ്പ് മന്ത്രിക്കും അദ്ദേഹം അഭ്യർത്ഥന അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് എന്നാണ് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരുന്നു. അർജുൻ നമ്മൾ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞോളൂ, ഇടപെടലുകൾ ഉണ്ടാവുന്നു. 2 MP-മാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആലപ്പുഴ MP-യും ഒപ്പം തന്നെ മാവേലിക്കര MP-യും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ ബോട്ടിലെ ഭാരവാഹികളെ അറിയിക്കൂ. മാത്രമല്ല അവരുടെ പ്രതികരണം ഏകദേശം ഏത് പീരീഡിലേക്ക് നടത്താനാണ് അവർ ആലോചിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് തേടൂ. നമുക്കിതിന് ശേഷം തീർച്ചയായും ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാവുന്നതാണ്. സർക്കാരിനോടും ടൂറിസം വകുപ്പ് മന്ത്രിയോടും ഒക്കെ അഭിപ്രായം ചോദിക്കാവുന്നതുമാണ്. എപ്പോഴാണ് അവരുടെ ഒരു കൺവീനിയൻറ്റ് ടൈം എന്ന് കൂടി ഒന്ന് ചോദിക്കൂ. ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ MP അതോടൊപ്പം തന്നെ മാവേലിക്കര MP ഒക്കെ തന്നെ ഇതിൽ ഇടപെടാമെന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? ഇനിയിപ്പോൾ ഈ മാറ്റിവെച്ച വള്ളംകളി ഏത് സമയത്ത് നടത്തണമെന്നാണ് നിങ്ങളുടെ ഒരു ആവശ്യം? വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് മാറ്റിവെച്ചപ്പോൾ ഞങ്ങളെല്ലാം എല്ലാ ജലോത്സവ പ്രേമികളും ക്ലബ്ബുകളും എല്ലാവരും അത് ഉൾക്കൊണ്ടതാണ്. പക്ഷേ അത് ഉടനെ നടത്തും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ മാറ്റിവെച്ചിട്ട് അത് നെഹ്റു ട്രോഫി നടത്താതെ അന്ന് പ്രഖ്യാപിച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പം നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ വള്ളസമിതിക്കാരും അത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഇപ്പം നമ്മളാണ് ഇപ്പം പള്ളാത്തുരുത്തി ബോട്ടുകളെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ കാരിച്ചാൽ ചുണ്ടൻ ഞങ്ങളുടെ പള്ളാത്തുരുത്തി കരയ്ക്കിരിക്കുവാണ്. അതിനൊരു ഭാരിച്ച തുക തന്നെയാണ് ഇവിടെ ചിലവാക്കിക്കൊണ്ടത്. ഇന്നത്തെ മീറ്റിങ്ങിൽ അനുകൂലമായൊരു മറുപടി ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ജലോത്സവ ലോകവും പള്ളാത്തുരുത്തി ക്ലബ്ബും മുന്നിട്ടിറങ്ങുന്നത്. പിന്നെ ഇതേ സംബന്ധിച്ച് പറയുമ്പോൾ വേറൊരു മറ്റുള്ള അറിയാത്ത ആൾക്കാർ പറയുന്നത് 4.5 മിനിറ്റത്തെ കളിക്ക് വേണ്ടി ഒരു 6 മാസത്തെ പ്രയത്നമാണ് എല്ലാ ജലോത്സവ ലോകം സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഇരിക്കുന്നത്. 120 പേര് തുഴച്ചിക്കാർ അവരുടെ കായിക അധ്വാനമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തുഴച്ചിൽ താരത്തിൻ്റെ ആരോഗ്യം അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടു. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പ്രാക്ടീസ് രാത്രി 8 മണി വരെയാണ്. പള്ളാത്തുരുത്തി ബോട്ടുകളെ സംബന്ധിച്ചോളം അവരുടെ കായിക അധ്വാനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അവരെല്ലാം എല്ലാ ജോലിയെല്ലാം മാറ്റിവെച്ച് പ്രവാസികളെ ആൾക്കാർ ഇവിടെ തുഴയാൻ വന്നു. അവരെല്ലാം സാമ്പത്തിക നഷ്ടം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഇതിന് അടിയന്തരമായൊരു തീരുമാനം ഇന്ന് തന്നെ ഇന്നത്തെ യോഗം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. നെഹ്റു ട്രോഫി എന്നത് നമ്മുടെ പാരമ്പര്യമാണ്, കുട്ടനാട്ടുകാരുടെ ജനവികാരമാണ്. അത് അടിയന്തരമായിട്ട് തന്നെ നടത്തിയില്ലെങ്കിൽ ഈ നെഹ്റു ട്രോഫി തന്നെ നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. പിന്നെ അതുപോലെ ഇത് നടന്നില്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നെഹ്റു ട്രോഫി ഇവിടെ നിന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. പിന്നെ ടൂറിസം മേഖല ഇവിടെ ആലപ്പുഴ തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. ഈ കേസുകളിൽ തന്നെ ഇവിടെ ഈ റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും എന്തായാലും ഈ സെപ്റ്റംബർ മാസം തന്നെ നടത്തണമെന്നൊരു ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നെഹ്റു ട്രോഫി നടത്തിയേ പറ്റത്തുള്ളൂ. അത് എന്തായാലും നിങ്ങളുടെ ആവശ്യത്തിനൊപ്പം റിപ്പോർട്ടർ TV അരുൺകുമാർ എന്തായാലും ഇക്കാര്യം ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അദ്ദേഹം ആ പ്രദേശത്തുകാരനാണല്ലോ, കുട്ടനാട്ടുകാരൻ എന്ന് അദ്ദേഹം ആവേശം കൊള്ളുന്ന ഒരാൾ കൂടിയാണ്. മാത്രമല്ല 2 മന്ത്രിമാരടക്കം ഈ കുട്ടനാടൻ മേഖലയിൽ നിന്ന് 9 MLA-മാരുണ്ട്. നമുക്ക് MLA-മാരോടൊക്കെ പ്രതികരണം ആരായാവുന്നതാണ്. വരുന്ന മണിക്കൂറുകളിൽ തീർച്ചയായും അവർക്കും ഈ കാര്യം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ സമയത്ത് ഒരു വള്ളംകളി മാറ്റിവെച്ചു. പക്ഷേ അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല, അത് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പം TV പ്രസാദ് കൂടി തുടരുന്നുണ്ട്. TV പ്രസാദ്, യഥാർത്ഥത്തിൽ നമുക്ക് ഒരു തീരുമാനമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ദുരന്തം നടന്നാൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഒരാഘോഷവും വേണ്ട എന്നൊരു തീരുമാനം ആ സമയത്തെടുത്തു. നല്ലത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. നമ്മളിനി ആ ദുരന്തത്തെ മരവിച്ച മനസ്സുമായിട്ട് എത്ര കാലം എങ്ങനെ ഇരിക്കാൻ സാധിക്കും? തീർച്ചയായും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് 1.5 കോടി അനുവദിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അനുവദിക്കുമ്പോൾ നെഹ്റു ട്രോഫിയുടെ കാര്യത്തിലും തീരുമാനം വേണം. അത്രയല്ലേ ഉള്ളൂ നമ്മുടെ ആവശ്യം. TV പ്രസാദ്.
അത്രയേ ഉള്ളൂ അരുൺ. കാരണം ബേപ്പൂർ ഫെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നെഹ്റു ട്രോഫി നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, റിപ്പോർട്ടറും അരുണും ഉൾപ്പെടെയുള്ള എല്ലാവരും വയനാട്ടിൽ പോയി ടൂറിസ്റ്റുകളെ അവിടേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ നാട്ടുകാരെല്ലാവരും കണ്ടതാണ്. അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെയും എത്രയോ മുകളിലാണ് സ്വാഭാവികമായി കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഈ നെഹ്റു ട്രോഫിയോടുകൂടി ഉണ്ടാകുന്നത്. നെഹ്റു ട്രോഫി തുടങ്ങുന്നതോടുകൂടിയാണ് അവിടുത്തെ ഹൗസ് ബോട്ടുകൾ അനങ്ങി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ടൂറിസം സീസൺ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ പറയുന്ന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓക്കെയാണ്, എല്ലാവരും അത് സമ്മതിച്ചതാണ്. പക്ഷേ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഘട്ടത്തിൽ പണം പാസ്സാക്കുന്നത് അങ്ങ് ബേപ്പൂരേക്ക്, ഇങ്ങ് നെഹ്റു ട്രോഫിയെ മറന്നു. അങ്ങനെയെങ്കിൽ അരുൺ, ഇതേ ടൂറിസം മന്ത്രി ആ ഉത്തരവിറങ്ങുന്ന ദിവസമെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കണമായിരുന്നു നെഹ്റു ട്രോഫി നടത്തുന്നതിനെ കുറിച്ച്. പക്ഷേ അതുണ്ടായില്ല. സ്വന്തം മണ്ഡലത്തിൽ 2.5 കോടി മുടക്കി ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ തീരുമാനമെടുക്കുമ്പോൾ ഇങ്ങ് നെഹ്റു ട്രോഫിയെ മറക്കുകയാണ് അരുൺ. ഇവർ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവിടുത്തെ ടൂറിസത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നത്. അവരുടെ ഹൗസ് ബോട്ടിൽ വരുന്ന വരുമാനം, ആ വിദേശികൾ വരുന്നത്. അങ്ങനെ ആ വള്ളംകളി നടക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറുകയാണ് സ്വാഭാവികമായും. അതാണ് ഇല്ലാതാകുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങോട്ടേക്ക് ഒരു തീയതി പ്രഖ്യാപിച്ച് നടത്തിയാൽ സർക്കാരിന് എന്താണ് നഷ്ടം എന്നതാണ് പ്രശ്നം. 1 കോടി രൂപ മാത്രമാണ് കൊടുക്കുന്നത് അരുൺ. 1 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ബാക്കിയെല്ലാം സ്പോൺസർഷിപ്പിലൂടെയും മറ്റും കണ്ടെത്തുകയാണ്. ഓരോ വള്ളങ്ങളും ഏതാണ്ട് 2 കോടിയിലേറെ രൂപയാണ് ഒരു ചുണ്ടൻ ഇറക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായും അവരുടെ ചെലവിൽ നടക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വരുന്നു. തീർച്ചയായും ഈ പുന്നമടക്കായൽ നടക്കുന്ന ഈ ജലോത്സവത്തെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടാവുമെന്ന്